എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്താദ്യമായിട്ട് ഭൂമിയിലേക്ക് മഴ ആദ്യമായി വർഷിച്ചത് ഒരു മുഹറം മാസത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്താദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു യൗമൻ നുസില ഫീഹിൽ മത്റു മിനസ് സമാഅ യൗമ ആശൂറാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മുഹറം 10-നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ മുഹറം മാസത്തിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം വാർത്താ ചാനലുകളൊക്കെ, മൊബൈലാകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഏതെടുത്തു നോക്കിയാലും ഉരുൾപൊട്ടലിന്റെയും സൂക്ഷ്മതയും റെഡ് അലർട്ടും ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഡാമുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്ത് ഇറങ്ങിയതും ആശൂറാഇന്റെ ദിവസമാണ്. മഴ വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. അത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് മഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പല കാര്യങ്ങളും, വെള്ളമില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മനുഷ്യന്റെ ജീവിതത്തിൽ അത് വളരെ പ്രയാസകരമായ കാര്യമാകും. അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വലിയ പ്രയാസമാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശുദ്ധജലം ലഭ്യമാകുന്നില്ലെങ്കിൽ, മനുഷ്യന് കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? അപ്പൊ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. വിശുദ്ധ ഖുർആൻ മഴയെ കാരുണ്യമായിട്ടും ഭൂമിയുടെ ജീവനായിട്ടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർക്കത്തായിട്ടൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മഴയെ നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതൂ വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കാരുണ്യമാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന്, അവന്റെ ജീവനും അതുപോലെ തന്നെ ബർക്കത്തുമാണെന്നൊക്കെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മഴയെ വിശേഷിപ്പിക്കുക. നമ്മൾ ഇന്ന് മഴ കാരണം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ. അത് എപ്പോഴാ പെയ്യുന്നത്? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സആ വയുനസ്സിലുൽ ഗൈസ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അത് മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് എപ്പോഴാണ് പെയ്യുന്നത്? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തും ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള ശുദ്ധജലം, അത് വലിയൊരു കാരുണ്യമാണ്, അതൊരു വലിയ നിഅമത്താണ്. അതിലുപരിയായി അതൊരു ബർക്കത്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെന്ന് പറയുന്നത് പരീക്ഷണവും ദുരിതവും ആകാറുണ്ട് ചില സമയങ്ങളിൽ. ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ചില സമയത്ത് വലിയ പ്രയാസമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ് വരുമ്പോൾ ഇത് പരീക്ഷണമാകുമോ എന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയന്നുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ചില സമയത്ത് മഴ നമുക്ക് പരീക്ഷണമാകാറുണ്ട്, അത് വലിയ ഒരു ശിക്ഷയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാർമേഘങ്ങൾ കടന്നു വരുമ്പോൾ, വലിയ കാറ്റടിക്കുന്ന സമയത്ത്, പ്രകൃതിയിൽ മാറ്റമുണ്ടാകുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുർ റീഹ വൽ അനം ഉരിഫ ദാലിക ഫീ വജ്ഹിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാറ്റടിക്കുമ്പോൾ ഭൂമിയുടെ പ്രകൃതം, ഈ കാണുന്ന ആകാശത്തിന്റെ പ്രകൃതങ്ങൾ മാറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഭയന്നുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. അതിന്റെ കാരണം എന്താണ്? ലോക ചരിത്രത്തിൽ മഴ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുകയാ. ഈ മഴ, ഈ വെള്ളം, ഇത് ലോകത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം
എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കടന്നു വന്നത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ മുഹറം 10-ലേക്കാണ് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുഹറം 10-നാണ് ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത്. അപ്പൊ ആ മഴയുടെ പ്രയാസത്തിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹു ഈ മഴയ്ക്കൊക്കെ ഒരു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനൊക്കെ ഒരു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വതം നഷ്ടപ്പെട്ടു പോയവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുന്നവരാ. ഓരോ ദിവസവും അള്ളാഹുവിന്റെ ഖുർആനിന്റെ എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം എന്നാൽ ആ പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. ജനങ്ങൾക്കൊരു മാർഗദർശനമായിട്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും തിരുത്തി തരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഇറക്കിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാം, ആ പരിശുദ്ധമായ കലാം, ആ വേദഗ്രന്ഥം അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് മാർഗദർശനമാകാൻ, എന്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിച്ചു വരാൻ സത്യമേത് അസത്യമേത് എന്നും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. അള്ളാഹുവിന്റെ കലാം പറയുന്നു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതിനാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് ഇറക്കിയതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേൾക്കലും പാരായണം ചെയ്യലും മാത്രമല്ല, ആ പരിശുദ്ധമായ ഖുർആനിനോട് ചില ബാധ്യതകൾ നമുക്കുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആൻ ഓതലും കേൾക്കലും തൊടലും ഇത് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ എടുക്കുന്നു. ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഒക്കെ പാരായണം ചെയ്തു, യാസീനൊക്കെ പാരായണം ചെയ്തു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്, ഉസ്താദെ ദുആ ചെയ്യണം. ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. വാട്സപ്പിലൊക്കെ ഒരുപാട് ഖത്തം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നവരില്ലേ? എല്ലാ ദിവസവും അൽഹംദുലില്ലാഹ് 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഖത്തം ഓതി തീർക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശുദ്ധ ഖുർആനിനോട് നമുക്ക് ചില ബാധ്യതയുണ്ടെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം എന്താ എല്ലാം പോയാ? 10 മണിയാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് നേരമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം സമയം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത് മഴയും വെള്ളപ്പൊക്കവും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മഴയ്ക്കകത്ത് വെള്ളത്തിൽ വീട്ടിൽ പോകണ്ടേ? 9 മണി 9:15 ആകുമ്പോൾ നമ്മൾ റെഡിയായിരിക്കുക ക്ലാസ് തുടങ്ങാൻ വേണ്ടി. ഇനി ആര് വന്നാലും വന്നില്ലെങ്കിലും തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും അവരവരുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വരണ്ടേ ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഇൽമെന്ന് പറയുന്നത് അത് വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടല്ലേ ഷൗക്കണ്ണേ കാര്യമുള്ളൂ. നിങ്ങളെന്താ ഇപ്പൊ വെടിയുണ്ടതുപോലെ ഇരിക്കുന്നത്? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് കേൾക്കേണ്ട, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇൽമിന്റെ ഈ മജ്ലിസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 98 എണ്ണമായി. വല്ല അറിയോ? നമ്മുടെ ഈ പായിപ്പാട് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് തുടങ്ങിയ ക്ലാസ് 98 ക്ലാസ്സായി. 100ാമത്തെ വാർഷികം ആഘോഷിച്ചുകൊണ്ട് നമ്മളിത് നിർത്തും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 100ാമത്തെ വാർഷികത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് 100 വാർഷികമൊക്കെ ആയില്ലേ? അൽഹംദുലില്ലാഹ്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് 2 ക്ലാസ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് പിരിയണം. പിന്നെ ബാക്കിയൊക്കെ അൽഹംദുലില്ലാഹ് വെള്ളിയാഴ്ചത്തെ ജുമാ പ്രസംഗം എല്ലാം മുടക്കും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയണ പോലെ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അതിന് വിലയില്ല. ഏതൊരു സാധനവും അമിതമായാൽ അമൃതവും വിഷമാന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുള്ളത് പോലെ എപ്പോഴും ആകുമ്പോൾ. അപ്പൊ തന്നെ ഷാജിയെണ്ണം പറഞ്ഞു ഉസ്താദ് പ്രസംഗം റബീഉൽ അവ്വലിൽ വയത് വെക്കണം. ഞാൻ പറഞ്ഞു ആരെ വേണമെങ്കിലും വിളിച്ച് എന്നെ ഒഴിവാക്കിയല്ലേ, നമ്മൾ ഓൾറൗണ്ട് ഓടി കിടക്കുന്നതല്ല. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ 98 ക്ലാസ് മുടങ്ങാതെ കേട്ട ഒരുപാട് പേരുണ്ട്. മുടങ്ങിപ്പോയപ്പോൾ ഉസ്താദേ ഇല്ലയോ എന്ന് ചോദിച്ചവർ, വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലേ, ഇന്ന് ലൈവില്ലേ, ഇന്ന് സത്യം പറഞ്ഞാൽ പായിപ്പാട് പള്ളി കർണാടകയിൽ പോകുമ്പോഴും മംഗലാപുരത്ത് പോകുമ്പോഴും പലരും ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പോലും പായിപ്പാടിന്റെ പേര് അയക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളി എത്ര ഇതായി. അപ്പൊ പലരും അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായം. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ വഴുതിനൊക്കെ പോകുമ്പോൾ ചിലര് പായിപ്പാട് പള്ളിക്ക് വേണ്ടി പൈസ തരും. ഞാൻ പറയാം എൻ്റെ പൊന്നാര ചങ്ങാതി ഇത് എൻ്റെ കയ്യിൽ തരില്ലേ, നിങ്ങൾ അക്കൗണ്ടിൽ വല്ല ഇട്ടുകൊണ്ട്. കാരണം ഇത് മേടിക്കാൻ പേടിയാ. കാരണം നമ്മുടെ കയ്യിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഇത് മാറിപ്പോയ അല്ലാഹു ആലം പടച്ചവന്റെ അടുത്ത് കണക്ക് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട് പള്ളിയുടെ പണിയൊക്കെ വാർത്തു എല്ലാം ക്ലിയറായി. പക്ഷേ ഇനി ഞങ്ങൾക്ക് അതിനകത്തേക്ക് കയറണമെങ്കിൽ നിങ്ങളെല്ലാവരും മനസ്സ് വെച്ചാൽ മാത്രമേ കഴിയൂ. ഈ ലൈവ് കേൾക്കുന്ന എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ വെച്ച് തന്നാൽ പോലും അൽഹംദുലില്ലാഹ് ഇനി ടൈലിടണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അകത്തേക്ക് ഈ റമളാനിന് മുമ്പൊന്ന് കയറി നിസ്കരിക്കണമെന്നുള്ള വലിയൊരു മോഹം, വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെറുതോ വലുതോ, ഉസ്താദെ ഞാൻ തന്നു, ഞാൻ മുമ്പ് തന്നതല്ലേ, അതിലൊന്നും നമ്മുടെ കാര്യമില്ല സഹോദര. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാഹ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ ദുആ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പള്ളിയോ ഈ നാടോ കാണാത്ത ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം പോയപ്പോൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകുന്നവരുണ്ട്. ഒരു സഹോദരൻ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു, ഉസ്താദേ അദ്ദേഹം പറയുന്നത് ഭാര്യയൊന്നും പറയുന്നത് മനസ്സിലാകണില്ല, എന്നിട്ട് പോലും നമ്മുടെ പള്ളിക്ക് വേണ്ടിയൊക്കെ സംഭാവന തന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സിറാജിന് വീട് വെക്കാനല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആൾക്കാരായിട്ട് കൊണ്ടു നടക്കാനൊന്നുമല്ല, ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാനല്ല. ഈ ചോദിക്കുന്നത് അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളിക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിന് വേണ്ടി. അൽഹംദുലില്ലാഹ് ആര് മറന്നാലും ഈ പള്ളി നിങ്ങളെ മറക്കൂല. അതാ പള്ളിയുടെ പ്രതിഫലം. ആര് മറന്നുപോയാലും ഈ പള്ളി നമ്മളെ മറക്കൂല. ഈ പള്ളി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഒരു പള്ളിക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ, നിങ്ങളെ വിചാരിച്ചെന്റെ വലുത് പറഞ്ഞാൽ മാത്രമേ ഇത്, അങ്ങനൊന്നുമില്ല സഹോദരങ്ങളെ സഹോദരിമാരെ. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അൽഹംദുലില്ലാഹ്, അത് ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാണെങ്കിലും ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ മഹത്വമുണ്ട്. ഒരു ചാക്ക് സിമെന്റ് വെച്ച് തന്നെ തരാൻ തയ്യാറായാൽ, പ്രഭാഷണം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഒരു ചാക്ക് സിമെന്റ് വെച്ച് തന്നാൽ തന്നെ അൽഹംദുലില്ലാഹ് മതി. നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ കാര്യങ്ങൾ നടക്കാനത്. അതുകൊണ്ട് അവനവനെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്ക്. അതിലുപരിയായി ഞാൻ പിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളൊക്കെ ദുആ ചെയ്യ്. അൽഹംദുലില്ലാഹ് ഈ പള്ളിയുടെ പണി പരിപൂർണമായി അതിനകത്ത് കയറി നിസ്കരിക്കണമെന്ന് മോഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് ഉപ്പമാർ, ഒരുപാട് ഉമ്മമാർ, ഒരുപാട് പേരുടെ വലിയ വലിയ മോഹങ്ങളാണ്, വലിയ ആഗ്രഹങ്ങളാണ്. അതൊക്കെ ഖൈറിലാകുന്നതിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വഴി അടയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ ടെൻഷനാ. ഉസ്താദെ നാളെ ഒരു 1.5 ലക്ഷം രൂപ വേണം. എൻ്റെ അടുത്ത് ഇന്നലെ രാത്രി മുതൽ പ്രസിഡന്റ് പറഞ്ഞു, ഉസ്താദെ നാളെ സാധനം വരുന്നുണ്ട്, ഇത്തിരി പൈസ കൊടുക്കണം. എന്ത് വഴി? അല്ലാഹു ആലം പടച്ചവൻ. എങ്ങനെ ഓടി 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 ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഇങ്ങനെ ചോദിച്ചു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിക്ക് എന്തോ ഒരു പവറുണ്ട്. കാരണം പൈസയുടെ ആവശ്യം വരുമ്പോൾ, ഞാൻ വെള്ളിയാഴ്ച ജുമായ്ക്ക് വരുമ്പോൾ നമ്മുടെ ചേട്ടൻ വന്നിട്ട് പറയും, ഉസ്താദെ സിമെന്റ് ഇന്നും കൂടെ ഉള്ളൂ, കമ്പിയില്ല, അതില്ല, ഇതില്ല എന്ന് പറയും. പക്ഷെ ആരെയെങ്കിലും അല്ലാഹു കൊണ്ടെത്തിക്കും. അതാ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നലെയും എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോടൊക്കെ എന്തെങ്കിലും ഒരു വഴി അല്ലാഹു കാണിക്കുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവനെ, ഞാൻ വണ്ടി വന്നിറങ്ങിയ ഉടനെ നമ്മുടെ നിയാസക്കാടെ പൈസ കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ കൊണ്ടുവന്നു. അപ്പൊ അൽഹംദുലില്ലാഹ് നാളത്തേക്കുള്ളതായി. ഇന്ന് രാത്രി ലോഡ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള, അപ്പൊ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അല്ലാഹു ഇങ്ങനെ നമ്മൾക്ക് മുടക്കമില്ലാതെ സഹായിക്കുന്നുണ്ട്.
അള്ളാഹു ഒരുപാട് വർഷക്കാലം 125 വർഷക്കാലം സുജൂദ് ചെയ്ത ഒരു സ്ഥലമല്ലേ സഹോദര? 125 എനിക്ക് തോന്നുന്നു അന്ന് ജീവിച്ചിരുന്നവരൊന്നും കാണില്ലെന്ന്. ആരും 125 വർഷം പഴക്കമുള്ള ഒരു പള്ളി, അൽഹംദുലില്ലാ. അപ്പൊ അത്രയും വർഷമായി സുജൂദ് ചെയ്യുന്ന ഒരു സ്ഥലം, അത്രയും പുണ്യമില്ലേ സഹോദരങ്ങൾ? അതുകൊണ്ട് നമ്മളൊരു നല്ല രീതിയിൽ മനസ്സ് വെച്ചൊരു നല്ല ദുആ ഈ മജ്ലിസിൽ. ഇപ്പോൾ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ പ്രസവം കഴിഞ്ഞു, കുഞ്ഞിന് വളരെ സീരിയസ് ആണ്, തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്നു. ഉസ്താദ് ദുആ ചെയ്യാൻ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഓരോ വഴികൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രയാസം. നമ്മുടെ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ റാസി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാപ്പ 1,313,000 രൂപയാണ് ഓഫർ ചെയ്തത്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ മണ്ണറ അള്ളാഹു മണിയറയൊക്കെ കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ഖബർ സിയാറത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന മൈലാഞ്ചി ചെടിയിലേക്ക് നോക്കി വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അൽഹംദുലില്ലാ അദ്ദേഹം ഓഫർ ചെയ്ത നമ്മുടെ പൈസ അത് കഴിഞ്ഞ് പിന്നീടൊരു സമയത്ത് റാസി നാട്ടിൽ വന്നപ്പോൾ പോയി കണ്ടു. സംസാരിക്കുമ്പോൾ പള്ളിയുടെ കല്ല് വാങ്ങുന്നതിന് വേണ്ടി 25 ലക്ഷം വേറെ, അത് പിന്നെ വേറെ എവിടെ വരും? 25 കടന്നതിനെക്കാളും മുകളിലെത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടുമാണെന്നെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇത്തിരി കൂടെ പൈസ തരാമെന്ന്. അതൊരു മനസ്സാടോ? ഇതാ മനസ്സിലാക്കണ്ടേ. കൊടുത്താൽ കൂടുകയല്ലാതെ കുറയുകയില്ല. പിടിച്ചു വെക്കുന്നവനാണ് കൊടുക്കാൻ മടി. കയ്യിലുള്ളവനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ പ്രയാസത്തിന്റെ നടുവിലൂടെ പല വഴികളിലും പല ബുദ്ധിമുട്ടുകളും കഴിഞ്ഞു പോകുമ്പോഴും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി കൊടുക്കണമെന്നൊരു മനസ്സുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു മനസ്സാ. എന്താ ചങ്ങാതിക്ക് കൊടുക്കാന്ന് എനിക്കറിയില്ല, എന്താ പറയാന്നറിയില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ ഒന്നിനും വരത്തുമില്ല, ഒഴിഞ്ഞു മാറി ഇങ്ങനെ നടക്കും. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ വിശിഷ്ട അതിഥിയായിട്ടെങ്കിലും വിളിച്ചിരുത്തണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി മാറാകട്ടെ. ഒരു നാട് ആദരിക്കേണ്ട മനുഷ്യനാ. ചെറുപ്രായം, വലിയ വയസ്സൊന്നും ഇല്ലല്ലോ റാസിഖിലെ, വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ പ്രായമുള്ളവൻ ചിന്തിക്കുന്നില്ല. പ്രായമുള്ളവൻ പൈസ കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് മാസാമാസം കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നു. ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത്, പടച്ചറബ് തരുന്നത് നാലാഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി അൻസാരിക്ക, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. അവിടെ പോയി സംസാരിച്ചപ്പോൾ ആയത്തുൽ കുർസിയുടെ മഹത്വം അറിയാം. ആയത്തുൽ കുർസിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഉസ്താദ് അതിന്റെ മുന്നിൽ വെക്കുന്ന ആയത്തുൽ കുർസി ഏകദേശം 3 ലക്ഷം രൂപ ചെലവാണ്. 5 ലക്ഷം എങ്ങാണ്ടവരുടെ കുടുംബം തന്നിട്ടുണ്ട് നമുക്ക് പള്ളിക്ക്. അപ്പൊ അതിനോടൊപ്പം ഒരു 3 ലക്ഷം രൂപ കൂടെ അൽഹംദുലില്ലാ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പിന്റെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിനകത്ത് നിന്ന് പെരുന്നാളിന്റെ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയോ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഓരോ മനുഷ്യനും അവനവനെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ പള്ളിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് 100ാമത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ ആ വലിയ മജ്ലിസിലെ ദുആയല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു തരാനൊന്നുമില്ല. ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി ആരെല്ലാം മനസ്സാ വാച കർമ്മണ ആരൊക്കെ ഈ പള്ളിക്ക് വേണ്ടി എവിടെയെല്ലാം വെച്ച് സഹായിച്ചവരുണ്ടോ അള്ളാഹുവേ നീ എല്ലാവർക്കും സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ നീ പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, ചില കടമകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനോട് ഒരു മനുഷ്യനുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ
അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് അംഗീകരിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനോടുള്ള കടമകളിൽപ്പെട്ട ഒരു കടമ എന്തെന്നറിയുമോ? ഈ പരിശുദ്ധമായ ഖുർആൻ അത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, അല്ലാതെ ലോകത്തൊരു മനുഷ്യനും ഒരു സൃഷ്ടിയും അവിടെ നിന്ന് അവതരിപ്പിച്ചതല്ല, മുഹമ്മദ് നബി ഉണ്ടാക്കിയതല്ല. അത് അല്ലാഹുവിന്റെ കലാമാണ്, അത് പരിശുദ്ധമായ ഖുർആൻ, അത് പരിപൂർണമായിട്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. വിശുദ്ധ ഖുർആനിനോടുള്ള ഒന്നാമത്തെ ബാധ്യത അത് അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് പരിപൂർണമായി നീ അംഗീകരിക്കണമെന്നുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് പടച്ചവനെ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാകാശം കടന്ന് മദീനത്തിരിക്കുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നതാണ്. ആ ഖുർആനിന്റെ ആയത്തുകളുമായി അവിടുന്ന് കടന്നു വന്നു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബികൾ അത് പഠിച്ചു, എഴുതി വെച്ചു. ആ പരിശുദ്ധമായ കലാം അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. വഇന്നഹു ലതനസ്സലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബി ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനി അറബിയ്യിൻ മുബീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകരക്ഷിതാവ് അവതരിപ്പിച്ചു തന്നെയാകുന്നു. വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അത് ഇറങ്ങിയതാണ്. നിന്റെ ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം, നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്നതാണ്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു ഇറക്കി തന്നതാണ്. روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين. എന്റെ പ്രിയപ്പെട്ടവരെ, റൂഹുൽ ഖുദ്സായ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് പരിപൂർണമായി അവതരിപ്പിച്ചതാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് നീ വിശ്വസിക്കണം. അത് നിന്റെ കടമയാണ്, അത് ഖുർആനിനോടുള്ള ബാധ്യതയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് പരിപൂർണമായി ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങിയത്, അല്ലാതെ വേറൊരാളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓതിയതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ എഴുതിയതല്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് നീ പരിപൂർണമായി വിശ്വസിക്കണം. രണ്ടാമത്തെ കടമ എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനോടുള്ള രണ്ടാമത്തെ കടമ എന്താ? ഖുർആൻ പഠിക്കുക. ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് ഖുർആനിനോടുള്ള കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസികളുടെയും ബാധ്യതയാണ്. ഓരോ ആയത്തിലൂടെയും അല്ലാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം അറിഞ്ഞിരിക്കണം, നാം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അല്ലാഹു പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ ലഅല്ലകും തഅഖിലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. അത് അറബി ഭാഷയിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായിട്ട് നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അറബി ഭാഷയിൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണം. അവിടെ നിന്ന് പഠിക്കണമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ
ഖുർആന വഅല്ലമാ. ഖുർആൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് ഹദീസ് പഠിച്ചവരാണ്, അതിന്റെ മഹത്വം പഠിച്ചവരാണ്. ഒരായത്ത് പഠിച്ചാൽ ഒരു സൂറത്ത് പഠിച്ചാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് ഞാനും നിങ്ങളും പഠിച്ചവരാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. ആരാ പറഞ്ഞു തരുന്നത്? മദീനത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് കഴിഞ്ഞ് പടച്ചവനെ അങ്ങ് പുറകിലേക്ക് നടന്നു പോകുമല്ലോ, ജന്നത്തിൽ ബഖിയ കാണാൻ, ജന്നത്തിൽ ബഖിയ സിയാറത്ത് ചെയ്യാൻ. അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കള്, പടച്ചവനെ അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ ബഖിയ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമ്പോ പടച്ചവനെ ഇങ്ങനെ അറബികൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ജന്നത്തുൽ ബഖിയിലൂടെ നടന്ന് ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ കമ്പി വെച്ച് മറച്ചു വെച്ചിരിക്കുകയാ. ഫാത്തിമ ബീവിയുടെ ഖബർ കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചുമക്കളുടെ ഖബർ കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ ഖബർ കാണാ, അവിടുത്തെ സ്വഹാബത്തിന്റെ ഖബർ കാണാ. അവിടെയൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് നമ്മളെ ഇങ്ങനെ പായിക്കുകയാണ്. അവരിങ്ങനെ നമ്മളവിടെ കൂടി നിൽക്കാതെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ആ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന അല്ലാഹുവേ, ഈ ഭൂമിയിലെ സ്വർഗമുണ്ടല്ലോ, എത്ര വലിയ ഭാഗ്യമുള്ളവർ മാത്രമാണ് അവിടെ കിടക്കാൻ ഭാഗ്യം കിട്ടുന്നത്. ആ ജന്നത്തുൽ ബഖിയിലെ ഒരു 6 അടി മണ്ണ് അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മരണമല്ല, ഒരു കാര്യമല്ല. കാരണം എന്തെന്നറിയുമോ? മനിസ്തതായമൂതു ഫിൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും മദീനയെ സ്നേഹിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മദീനയെ സ്നേഹിച്ചാൽ, ആ മദീനയിൽ വന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ വജബതു ലഹു ശഫാഅതി, ഞാനവന് ശഫാഅത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു മദീനത്ത് ചെന്ന് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു അവിടെ ഒരു 6 അടി മണ്ണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം എന്താ? ആരെങ്കിലും എൻ്റെ നാടിനെ സ്നേഹിച്ച് എൻ്റെ നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ, ആരെങ്കിലും മദീനയെ സ്നേഹിച്ച് മദീനയിൽ വന്ന് മരണപ്പെട്ടാൽ വജബതു ലഹു ശഫാഅത്തി, അവനെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ടാ പോയി കാണണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമുക്കതുകൊണ്ട് അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്ത് പോയി കാണണം. നമ്മൾ എന്തിനാ ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യും. മൻ സാറ ഖബരി വജബതു ലഹു ശഫാഅത്തി. ഷൗക്കണ്ണം പോയിട്ടുണ്ടോ ഉംറയ്ക്കോ ഹജ്ജിനോ? ഷാജിക്ക അൻസാരിയാണ്. എന്തിനാണ്? സുബ്ഹാനല്ലാഹ് ഇരിക്കുന്നു. എന്തിനാ നിങ്ങൾ പോയിട്ടുണ്ടോ പ്രസിഡന്റ്? നബി തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ, വാപ്പാടെ ഖബറിൽ പോകുന്നില്ല പിന്നെ ഇല്ലേ, എൻ്റെ ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ഞാൻ കൊണ്ടുപോകും അവനെ സ്വർഗത്തിൽ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കേണ്ട. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോകണം അവിടൊക്കെ. ഞാനിപ്പോൾ ഈ റമദാനിൽ ഉംറയ്ക്ക് പോയപ്പോൾ പടച്ചോനെ, കഅബാലയത്തിന്റെ മുറ്റത്ത് എന്നപ്പോൾ എല്ലാം മറച്ചു വെച്ചിരിക്കുക. കഅബ ഒന്ന് തൊടാൻ പറ്റുന്നില്ല, ഹജറുൽ അസ്വദ് ഒന്ന് മുത്താൻ പറ്റുന്നില്ല. വലിയ വിഷമം. എപ്പോൾ പോയാലും അതിലൊന്ന് മുത്തും, എപ്പോൾ പോയാലും കഅബയുടെ കില്ലയും പിടിക്കും, ഹജറുൽ അസ്വദ് മുത്തും. ഹജ്ജിന് പോയപ്പോൾ പോലും അല്ലാഹു എനിക്കതിനുള്ള ഭാഗ്യം നൽകി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഈ റമദാൻ മാസത്തിൽ ഉംറയ്ക്ക് പോയപ്പോൾ ഇതൊന്നും കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞു, എല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് പോയി തൊടണമെന്ന് വലിയൊരാഗ്രഹം.
പരിശുദ്ധമായ കഅബ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. മനുഷ്യന്റെ മരണമല്ലേ. ഒന്ന് പോയിട്ട് അൽഹംദുലില്ലാ. ഇപ്പൊ കൊറോണയൊക്കെ മാറിയില്ലേ. ഇപ്പൊ പന്നിപ്പനിയും മറ്റേ പനിയൊക്കെ അല്ലേ, അതൊക്കെ പോട്ടെ. അപ്പൊ അതൊക്കെ തുറന്ന് ഓപ്പണായി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒന്ന് പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി ഇൻഷാ അല്ലാഹ്. നമുക്ക് പിന്നെ റബീഉൽ അവ്വലിൽ പോകാൻ പറ്റത്തില്ലല്ലോ, മൊത്തം വഴുതല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഒരു ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ലീവൊക്കെ തരണം കേട്ടാ. അടുത്ത മാസം അൽഹംദുലില്ലാ അള്ളാഹു അനുഗ്രഹിച്ച പോയി ഉംറ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സഫർ മാസമല്ലേ, സെപ്റ്റംബർ മാസത്തിൽ വലിയ തിരക്കൊന്നുമില്ല. ഓണത്തിന്റെ സമയം വലിയ തിരക്കൊന്നുമില്ലാതെ ആ സമയത്ത് അൽഹംദുലില്ലാ ഒന്ന് പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു ഒരു വഴി തുറന്നു തരുമാറാകട്ടെ. ആമീൻ പറ. പായിപ്പാടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവണം കേട്ടോ. ചുമ്മാ കമ്മിറ്റിക്കാരൊക്കെ ഇറങ്ങി ചുമ്മാ വായിക്കാൻ ഇറക്കാതെ എല്ലാത്തിനെയും ആ റൂമിനകത്തുനിന്ന് അടിച്ചിറക്കി പൂട്ടണം. എല്ലാത്തിനും അതിനകത്ത് എന്തോ കൂടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എല്ലാ കമ്മിറ്റി ഓഫീസ് കൂട്ടിയിട്ട് എല്ലാത്തിനും ഉംറയ്ക്ക് പറഞ്ഞു വിടണം. അൽഹംദുലില്ലാ ഒരു വണ്ടി ഇവിടെ നിന്ന് വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് സൗക്കണ്ണം വരുന്നു. ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. പായിപ്പാട് നമ്മുടെ വയറിങ്ങിന്റെ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഭാര്യ മക്കളായിട്ടും പോണ്ട ഉംറയ്ക്ക് പോണ്ടേ. അവർ രണ്ടുപേരുണ്ട്, ഭാര്യയും മക്കളായിട്ട് രണ്ട് പാർട്ണർമാരും ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകാൻ തീരുമാനം. ഈ പായിപ്പാടും തന്നെ ഇപ്പൊ ഏകദേശം 5-6 പേര് 10 പേര് കാണും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. മതി അൽഹംദുലില്ലാ പോയി ഉംറ ചെയ്യണം. അല്ലാഹു ഷാജി അണ്ണ 18 ലക്ഷത്തിന്റെ കാറ് സുബ്ഹാനല്ലാഹ്. നാസറണ്ണന് ഒരു 5-6 പോത്ത് വിറ്റാൽ മതി. നാസറണ്ണ അൽഹംദുലില്ലാ ഉംറയ്ക്ക് പോകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത മാസം ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ 10-ാം തീയതി എങ്ങാണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വലിയ പൈസ ഒന്നുമില്ല. പണ്ടൊക്കെ 50-നോ 45-നൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ. 15 ഇപ്പൊ ചോദിക്കുമ്പോ തന്നെ ഒരു ഉസ്താദ് 55 അല്ലേ. ഇപ്പൊ ലക്ഷങ്ങൾ വേണം. അൽഹംദുലില്ലാ ഇപ്പൊ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോ ഒരു 90 രൂപയ്ക്കകത്ത് 80-85 ആ ഒരു ലെവലിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പോയിട്ടൊരു ഉംറ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭാര്യയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. ഇപ്പൊ മക്കളെല്ലാം കൂടെ ഇറങ്ങുന്നുണ്ട്. ഒരാളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പോകുമ്പോ ഇപ്പൊ 3 പേര് കൂടെ ആയില്ല. അൽഹംദുലില്ലാ അള്ളാഹു തരുന്നൊരു അവസരമല്ലേ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷൗക്കണ്ണം വരുമല്ലേ. ഷൗക്കണ്ണ ഉംറയ്ക്ക് വരുന്നില്ലേ. ഷാജിക്കായ നിയത്തങ്ങ് ചെയ്താൽ ബാക്കി റെഡി. പച്ചക്കറി കടയൊക്കെ അവിടെ കിടക്കും. കിടക്കണേ. കൂടപ്പുറപ്പ് കബറിലെത്തി അല്ലേ. പോയി ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ 2 പേരായി, അവർ 4-6 പേരായി ഇപ്പൊ തന്നെ അൽഹംദുലില്ലാ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ 6 പേരായി. ഈ ചങ്ങാതി കൂടെ ഒന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മദീനത്തങ്ങനെ ജന്നത്തുൽ ബഖീയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ അങ്ങനെ നടന്ന് അങ്ങ് പോകുമ്പോ ഒരു ചെറിയ ഒരു ഗ്രില്ലിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കമ്പി കെട്ടിയൊരു ഖബർ കാണാം. പേരൊന്നും അവർ എഴുതി വെച്ചിട്ടില്ല. ആ ജന്നത്തുൽ ബഖീയുടെ അങ്ങ് മധ്യഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണാം ആരുടെ ഖബറാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. സാധാരണ ഒരു സ്വഹാബിയല്ല, നെഞ്ചത്തേക്ക് ഖുർആൻ ചേർത്ത് വെച്ച സ്വഹാബി. മരിക്കുന്ന സമയവും ശത്രുക്കളെ വീടിനകത്തേക്ക് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കുമ്പോ അതാ മുസല്ലയിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ പാരായണം ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെട്ടുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ നോക്കുന്നു, അല്ലാഹ് എവിടെയാണ് വീണത്? എന്റെ രക്തമേതായത്തിന്റെ മുകളിലാണ്. എന്റെ രക്തമേതായത്തിന്റെ മുകളിലാണ്. അല്ലാഹുമദി. ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ വീഴുന്നത്. ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ.
അല്ലാഹുവേ, നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എടോ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഏതൊരു മുസ്ലിം ആണാകട്ടെ പെണ്ണാകട്ടെ, നിന്റെ ജോലിയാണ് ഇൽമു പഠിക്കണം, നിന്റെ കടമയാണ് ഖുർആൻ പഠിക്കണം, അത് നിന്റെ ബാധ്യതയാണ്, അത് നിന്റെ കടമയാണ്. അറിയില്ല എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. കാരണം മദ്രസയിലെ മാത്രമല്ല, കുട്ടികളെ മാത്രമല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്, ഏത് മനുഷ്യനും പഠിക്കാമല്ലോ, അതിനുള്ള സൗകര്യമെന്നുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട 50 വയസ്സുള്ളവനും പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടല്ലോ, ഇംഗ്ലീഷ് പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പള്ളികളിൽ ഫ്രീ ആയിട്ട് ഉസ്താദന്മാര് പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് സഹോദരാ, ഖുർആൻ പഠിക്കൽ ഖുർആനിനോടുള്ള ബാധ്യതയാ. മൂന്നാമതായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖുർആനിനോടുള്ള മൂന്നാമത്തെ ബാധ്യത എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ആശയവും വിശദീകരണവും നീ പഠിക്കണം. വെറുതെ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഉസ്താദ് എന്തൊക്കെയോ പറയുന്നു, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ല. വെറുതെ ഇറച്ചി കോഴിയെ പോലെ നടന്നാ പോരാ, ചിന്തിക്കണം സഹോദരാ. വഇദാ അഖദല്ലാഹു മീസാകല്ലദീന ഊതുൽ കിതാബ ലയുസബ്ബിതുന്ന ലിന്നാസ് വലാ തഖ്തുമൂനഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങൾ മറച്ചു വെക്കരുതെന്നും അല്ലാഹു കരാറ് വാങ്ങിയ സന്ദർഭം ഖുർആൻ പറയുകയാ. ചിന്തിക്കടോ സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വഅൻസൽനാ ഇലൈക ദിക്റ ലിയുസബ്ബിന ലിസാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാ, വഅൻസൽനാ ഇലൈക ദിക്റ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നു, മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. മനുഷ്യാ, നീ ചിന്തിക്കുന്ന ഖുർആൻ പറയുകയാണ്. എന്താണ് അല്ലാഹു ഇതിനകത്ത് പറയുന്നത്? ഓരോ ആയത്തിന്റെ അകത്തും പഠിക്കാനും ചിന്തിക്കാനും നന്നാകാനും മനസ്സിലാക്കാനും സത്യമേത് അസത്യമേത് മോശമേത് നന്മയേത് ഖുർആൻ അവിടെ നിന്ന് വിവരിച്ചു തരുമ്പോ എന്തുകൊണ്ട് നാം മനസ്സിലാക്കാൻ തയ്യാറുന്നില്ല? എല്ലാ ജനങ്ങളും അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അതിന്റെ വിവരണം മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.